സ്വാമി ശരണം. കണ്ണിറയെ കണ്ടിട്ടുണ്ടാവും, കാതു തുറന്ന് കേട്ടിട്ടുണ്ടാവും. അവിടെ മുഴങ്ങിയത് മുദ്രാവാക്യങ്ങളല്ല, ശരണമന്ത്രങ്ങളാണ്. ആരുടെയും ആഹ്വാനമനുസരിച്ചല്ല, ആരും നിർബന്ധിച്ചിട്ടല്ല ഒഴുകിയെത്തിയവർ. അവർക്ക് മുഴുവൻ അകത്തേക്ക് കടക്കാനായിട്ടില്ല ഇപ്പോഴും. ജനം TV രാവിലെ തുടങ്ങിയതാണ് സംപ്രേഷണം. 13 മണിക്കൂർ പിന്നിടുന്നു. ലോകമെമ്പാടുമുള്ള പതിനായിരങ്ങൾ പല ഘട്ടങ്ങളിലായി യൂട്യൂബിലും ഫേസ്ബുക്കിലും തത്സമയ സംപ്രേഷണം ചാനലിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും മുന്നിൽ ഒരിക്കൽ കൂടി അചഞ്ചലമായ ധർമ്മത്തോടൊപ്പം ഭക്തർക്കൊപ്പമുള്ള പോരാട്ടം. ധർമ്മം സംരക്ഷിക്കാൻ, വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ, ആചാര ലംഘനം നടത്തുന്നില്ല എന്നുറപ്പാക്കാൻ എന്നും ജനം TV ഉണ്ടാകും എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അയ്യപ്പനോടുള്ള ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസം അരക്കിട്ടുറപ്പിച്ച് പന്തളത്ത് ശബരിമല കർമ്മസമിതിയുടെ ശബരിമല സംരക്ഷണ സംഗമം. വിശ്വാസത്തിനൊപ്പം വികസനം എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച മഹാസംഗമത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിയത് ഭക്തജനങ്ങൾ. BJP തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ തേജസ്വി സൂര്യ MP, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ, ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് J. നന്ദകുമാർ, VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി അടക്കമുള്ള പ്രമുഖർ, സന്യാസി ശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന പ്രമേയം സംഗമം ശരണം വിളിയോടുകൂടി അംഗീകരിച്ചു. സർക്കാർ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ അയ്യപ്പ സംഗമത്തിനുള്ള മറുപടി ആയിരുന്നില്ല പന്തളത്തെ പരിപാടി, മറിച്ച് യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ്. ഇവിടെ ദൃശ്യമായ വലിയ ഭക്തജന പങ്കാളിത്തമാണ് ഇതിന് തെളിവ്. പന്തളത്തു നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളായ അരുൺ കൊടുങ്ങൂർ, ഗോകുൽ രമേശ്, M. മനോജ്, മിഥുൻ അയ്യപ്പൻ എന്നിവർ ചേരുന്നു. ഗോകുൽ രമേശ്, സ്വാമി ശരണം. വാക്കുകൾ കിട്ടുന്നില്ല. മനം നിറഞ്ഞ് വീരമണി കണ്ണന്റെ ഹരിവരാസനവും കേട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. എന്താണ് അവിടുത്തെ ഒരു മൂഡ്? അവിടെ തടിച്ചുകൂടിയവർ അവരുടെ ശരണം വിളികൾ കേട്ടു, ഭജന കേട്ടു, അചഞ്ചലമായ വിശ്വാസ പ്രഖ്യാപനം കണ്ടു. ഗോകുൽ. പ്രതിപിള്ള സ്വാമി ശരണം. എന്തായാലും ആത്മനിർവൃതിയുടെയും ആത്മാഭിമാനത്തിൻ്റെയും ഒക്കെ ഒരു നെറുകയിൽ നിൽക്കുന്നൊരു മുഹൂർത്തമാണ് ഈ മുഹൂർത്തം എന്ന് പറയുവാനായിട്ട് സാധിക്കും. 2019 ആ യുവതീ പ്രവേശന കാലഘട്ടത്തിൽ അതിനെതിരായിട്ട് എന്താണോ പന്തളം എന്ന നാട്ടിൽ, പന്തളത്തിൻ്റെ മണ്ണിലുണ്ടായിട്ടുള്ള ആ ഒരു ഹിന്ദു മുന്നേറ്റം, ഹിന്ദു ഏകത, അല്ലെങ്കിൽ ഹിന്ദു വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു തന്നൊരു കാലമാണ് 2019. അതിൻ്റെ ഒരു തനി ആവർത്തനമായി തന്നെ ഈ കാലഘട്ടം അല്ലെങ്കിൽ ഇന്ന് മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണ്ണിൽ നിന്ന് പറയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വാക്ക്. അല്ലേ ചേട്ടാ, ഒരു വിരാട ഹിന്ദു സംഗമം തന്നെയായി മാറി. തീർച്ചയായും അത് തന്നെയാണ്. അന്ന് 2018 ഇതുപോലെ ആദ്യ ദിവസം മുതൽ പന്തളത്തിൻ്റെ ഈ മണ്ണിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര തൊട്ട് ഇന്ന് ഈ ഒരു വലിയ മഹാസംഗമം, ആ സംഗമം എങ്ങനെ ഏതൊക്കെ പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റും, അത്ര ഒരു വിരാട ഹിന്ദു സംഗമം. ആ സംഗമം തന്നെയാണ് ഇവിടെ യഥാർത്ഥ ഭക്തസംഗമം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. കാരണം ആ ശരണം വിളികൾ മുഴങ്ങുന്ന ഒരു അന്തരീക്ഷം, അതോടൊപ്പം തന്നെ പ്രത്യേക നിർദ്ദേശങ്ങളില്ല, AC റൂമുകളില്ല, പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊന്നുമില്ല. അങ്ങനെ ഭഗവാന്റെ പേരിൽ ഭഗവാന്റെ നാമം ഒന്ന് മാത്രം, ആ ഒരു നാമത്തിനൊപ്പം ശരണം വിളിച്ചുകൊണ്ട് പതിനായിരങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന തീർച്ചയായും അത് തന്നെയാണ് വിവാദ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ഒരു കാര്യം കൂടിയാണ്. എന്തായാലും കൃത്യമായി പറഞ്ഞ പോലെ പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഭക്തന് നേരെ, ഭഗവാന് നേരെ ഉണ്ടാകുന്ന എല്ലാ അക്രമങ്ങളെയും, ചെറുത്തുനിൽപ്പുകളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദ്രോഹപരമായ പ്രവർത്തനങ്ങളെയും കൃത്യമായി ചേർത്ത് തോൽപ്പിക്കുമെന്നും ഏറ്റവും ഒടുവിലത്തെ, ഏറ്റവും അവസാനത്തെ ഒരു സന്ദേശം കൂടിയായി ഈ സംഗമം എന്നാണ് നമുക്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും മനോജ് കൂടിയുണ്ട്. മനോജ്, എന്താണ് ഈ നിമിഷത്തിൽ തോന്നുന്നത്? തീർച്ചയായും ഇതിലെ ഓരോ ഭക്തരും നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട്. ഞങ്ങൾക്ക് ആർക്കും ക്ഷണക്കത്ത് കിട്ടിയല്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടിയല്ല ഞങ്ങൾ വന്നത്. ഇത് അറിഞ്ഞ അയ്യപ്പന് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് എത്തിയ ഭക്തരാണ്. മുടങ്ങാതെ
അയ്യപ്പനെ ദർശിക്കുന്ന ഭക്തരാണ്. അവരൊക്കെ ഇവിടെ എത്തുമ്പോൾ എന്താണ് ഒരു ഭക്തസംഗമം എന്നുള്ളത് നമുക്കിതിലൂടെയാണ് മനസ്സിലാകുന്നത്. കാരണം ഞാനൊക്കെ കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിനൊക്കെ പോയതാണ്. അവിടെ ശരണമന്ത്രം മുഴങ്ങിയത് ഒരേ ഒരു പ്രാവശ്യമാണ്. അതെങ്ങനെയാണെന്ന് സമൂഹം കണ്ടതുമാണ്. പക്ഷേ ഇവിടെ ഓരോ ശരണമന്ത്ര ധ്വനികൾ ഉയരുമ്പോഴും ഓരോ ഭക്തൻ്റെയും കണ്ണുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. കാരണം എത്തരത്തിലാണ് അവർ ശബരിമലയിൽ ദർശനം നടത്തുമ്പോഴും അല്ലെങ്കിൽ അയ്യപ്പനെ ഓർക്കുമ്പോഴും അവരുടെ മുഖത്ത് വരുന്ന നമുക്കൊരു അതിഥി കൂടെ ഉണ്ട്. എന്തായാലും ഈ പരിപാടിയുടെ സംഘാടനത്തിലൊക്കെ മുന്നിൽ നിന്ന വ്യക്തി തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വിജി തമ്പി. നമ്മൾ ആദ്യത്തെ ഒരു വാർത്താ സമ്മേളനം കൊച്ചിയിൽ നടക്കുന്നു. അതിനുശേഷം ഒരു വലിയ പ്രഖ്യാപനം വരുന്നു, ഈ സമ്മേളനം വരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ആ സമ്മേളനം പരിപൂർണ്ണ വിജയമായി നിൽക്കുന്നു അല്ലേ? എന്തായാലും ഇതൊരു ഭഗവാന്റെ തീരുമാനമാണ്. കാര്യം ഇങ്ങനൊരു സംഗമം നടത്തണമെന്ന്, യഥാർത്ഥ ഭക്ത സംഗമം നടത്തണമെന്ന് എൻ്റെ മനസ്സിൽ പോകാൻ തോന്നിച്ചതാണ്. ഞാനാണ് ആ നമ്മളൊരു സമാജ് ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലിട്ടത്. പിന്നെ അത് വലിയ ചർച്ചയായി. അപ്പോൾ അതെങ്ങനെ ചെയ്യണം, എന്ന് ചെയ്യണം, എവിടെ ചെയ്യണം. പിന്നെ അത് ഭഗവാന്റെ ഈ പാദസ്പർശമായിട്ട് പന്തളത്ത് ചെയ്യാൻ തീരുമാനമായി. പിന്നെ പല പല ഡിസ്കഷനിലൂടെ അത് വളർന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്നത്തെ ദിവസം ഇത്ര ആൾക്കാരോട് വരുമെന്ന്. കാരണം ഇന്ന് പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ മാത്രമല്ല തിങ്കളാഴ്ചയും കൂടെയാണ്. അപ്പോൾ ഒരു അവധി കഴിഞ്ഞ് പെട്ടെന്ന് വരുമ്പോൾ പലർക്കും ലീവ് എടുക്കാനൊക്കെ പറ്റില്ല. പക്ഷേ ഇന്ന് ഒരു ഭഗവാനാണ് ഇത്ര ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നത്. ഭഗവാന്റെ ഇന്ന് ജന്മനാളിൽ ഈ ദിവസം ഇവിടെ വന്നത് ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ്. സത്യത്തിൽ ഒരിക്കലും ഞാൻ ഇതിൻ്റെ ഒരു 4-1 ആൾക്കാരെ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. കാര്യം ഒരു അവധി ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ആൾക്കാരെ പ്രതീക്ഷിക്കാം. ഭഗവാന്റെ വിഷയത്തിൽ അതോടൊപ്പം തന്നെ ശബരിമലയുടെ വിഷയത്തിൽ അത് ആര് എതിർത്ത് നിന്നാലും അത് കൃത്യമായ ഒരു സന്ദേശം കൂടി ഒരു സർക്കാർ ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഗമം നടത്തുമ്പോൾ അതിന് ബദലായി ഒരു സംഗമം എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു സംഗമം അത് ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം അല്ലേ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അയ്യപ്പ സ്വാമി എന്ന് പറയുന്നത് നമുക്ക് മലയാളികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒരു ഈശ്വര സങ്കല്പം മാത്രമല്ല, നമ്മുടെ തോഴനാണ്, നമ്മുടെ വികാരമാണ്. ആ വികാരമാണ് ഇന്നിവിടെ കണ്ടത്. അയ്യപ്പ സ്വാമി എന്നുള്ള വികാരമാണ്. ആ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അയ്യപ്പ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതചര്യയാണ്. അതിന്റെ ഭാഗമാണ് ഇന്നിവിടെ കണ്ടത്. ഇതെന്തൊരു ഭയങ്കര വിജയമായി തോന്നുന്നത് ഭഗവാന്റെ അനുഗ്രഹം മാത്രം, മറ്റാരും നമ്മുടെ ആരുടെയും ഒരു പ്രവൃത്തിയുടെയും ഫലമല്ല, ഭഗവാന്റെ അനുഗ്രഹം മാത്രം. സ്വാമി വളരെ എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതാണ്. നമുക്കോടൊപ്പം ശശികല ടീച്ചർ കൂടി ചേരുകയാണ്. ടീച്ചർ മനസ്സ് നിറഞ്ഞാണ് നിൽക്കുന്നതെന്ന് അറിയാം, എന്താണ് പറയാനുള്ളത്? മനസ്സ് നിറഞ്ഞു തന്നെ പറയാനുള്ളത്. കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ആലോചിക്കുമ്പോൾ അത് ഇത്ര വിജയമാവുമെന്ന് സത്യത്തിൽ ഞങ്ങളാരും വിചാരിച്ചിട്ടില്ല. ഇത് അയ്യപ്പ ഭക്തരുടെ വിജയമാണ്. അയ്യപ്പ ഭക്തി എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണതല്ല. അപ്പോൾ ഇവിടെ ചിലരൊക്കെ അയ്യപ്പ ഭക്തരായി പിന്നെ അഭിനയിക്കാനൊക്കെ കണ്ടു. അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണതല്ല. അത് ഒരു കുടുംബ സംസ്കാരമായിട്ട് അവരിൽ പകർന്നു കിട്ടിയിട്ടുള്ളതാണ്. ആ അയ്യപ്പ ഭക്തരാണ് സ്വയം ഇവിടെ എന്ത് ബുദ്ധിമുട്ടും സഹിച്ച്, നേരത്തെ പറഞ്ഞ ശീതീകരിച്ച റൂമുകളില്ല, ക്ഷണം കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. വെറും ഒരു ആഹ്വാനത്തിൻ്റെ പുറത്ത് ഇത്രയും അധികം ആളുകൾ വന്നു. വളരെ സന്തോഷമുണ്ട്. ശബരിമലയിൽ ആചാരം പാലിക്കാൻ നമുക്ക് സാധിക്കും. ഈ 100 കണക്കിന് കേസുകളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ആ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും. തികഞ്ഞ ശുഭാപ്തി വിശ്വാസമായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടുന്ന് മടങ്ങുന്നത്. ഇത് ശരിക്കും ഒരു നിമിത്തമായിരുന്നില്ലേ പിണറായി വിജയൻ ഇങ്ങനെ ഒരു ഹിന്ദു മുന്നേറ്റത്തിന്, ഹിന്ദുക്കൾ ഇത്രയും ഒരുമിച്ച് കൂടാൻ ശരിക്കും പിണറായി തന്നെ ഒരു നിമിത്തമായി? തീർച്ചയായും അയ്യപ്പൻ തോന്നിച്ചതാവുമെന്ന് വിചാരിക്കുന്നു. കാരണം 2018 അത്രയും ഇതൊക്കെ നടന്നു കഴിഞ്ഞ് അത് ഏറെക്കുറെ തണുത്ത്, നമുക്ക് കേസ് നടത്തുന്നവർക്കറിയാം, ബാക്കിയുള്ളവരൊക്കെ എല്ലാ വിഷയവും തീർന്നു എന്നുള്ളൊരു തോന്നലിൽ നിൽക്കുമ്പോൾ ഒന്നും തീർന്നിട്ടില്ല എന്ന് കുത്തിയിളക്കിയത് പിണറായി തന്നെയാണ്. അയ്യപ്പൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചതാകും എന്നേ ഇപ്പോൾ തോന്നുന്നു. ഹൈന്ദവ സമൂഹം വിഘടിതമായി നിൽക്കുന്ന ഒരു സമൂഹമാണെന്നുള്ള മിഥ്യാധാരണയാണെന്ന് ഇന്ന് എന്തായാലും ബോധ്യമായല്ലേ? ഒരു ആഹ്വാനം, ചെറിയ ആഹ്വാനത്തിന്റെ പുറത്ത് ഇത്രയധികം ആൾക്കാർ. തീർച്ചയായും അവർക്ക് അവരുടെ ഹൃദയത്തിൽ തൊട്ടൊരു വിഷയത്തിൽ അവർ പ്രതികരിച്ചിരിക്കും ഹൈന്ദവ സമൂഹം. ഇവിടെ വന്നാൽ നമുക്ക് ജാതി തിരിച്ചറിയാൻ പറ്റും. ഇവിടെ വന്നാൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാകും, പ്രദേശക്കാരുണ്ടാകും. കാരണം അയ്യപ്പൻ അത്രയും തീവ്രമായ ഒരു വികാരമാണ് അവർക്കിടയിൽ. അതിന്റെ പേരിൽ ഒന്നിക്കും ഇവിടുത്തെ അയ്യപ്പ ഭക്തർ എന്നതിൽ യാതൊരു സംശയവും. കസേരകൾ ഇല്ലായിരുന്നു ഇല്ല, കസേരകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. വളരെ നന്ദി ടീച്ചർ. എന്തായാലും വളരെ മികച്ച സംഘാടനം. അതുകൊണ്ട് അരുൺ കൊടുങ്ങൂരിലേക്കും മനോജിലേക്കും മടങ്ങിയെത്താം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകർ ക്ഷമിക്കണം. കാര്യം ഇടവേളകൾ, പരസ്യങ്ങൾ പരമാവധി കുറച്ചും പരമാവധി മാറ്റിവെച്ചുമാണ് ഇടതടവില്ലാതെ ഈ സംഗമത്തിന്റെ ഓരോ നിമിഷവും ഭക്തരിലേക്ക്, വിശ്വാസികളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ചെറിയൊരു ഇടവേള.